ദേവശേനി ഏകാദശി 2026 ആഷാഢ ശുക്ല ഏകാദശി എന്നും പറയുന്നു. ഹിന്ദു വിശ്വാസപ്രകാരം വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശികളിൽ ഒന്നാണ്. ഈ ദിവസം മുതൽ ഭഗവാൻ മഹാവിഷ്ണു ക്ഷീരസാഗരത്തിൽ യോഗനിദ്രയിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് വിശ്വാസം. ഇതോടെയാണ് ചാതുർമാസം ആരംഭിക്കുന്നത്. ഏകാദശി തിഥി ആരംഭം 2026 ജൂലൈ 24 വെള്ളി രാവിലെ 9:12 ഏകാദശി തിഥി അവസാനം 2026 ജൂലൈ 25 ശനി രാവിലെ 11:34 പാരണ സമയം സ്ഥലഭേദേന വ്യത്യാസപ്പെടാം. ഉദാഹരണമായി ചില പഞ്ചാംഗങ്ങളിൽ ഞായറാഴ്ച രാവിലെ ഏകദേശം 4:42 മുതൽ 7:24 വരെ എന്നാണ് നൽകിയിരിക്കുന്നത്. ദേവശൈനി ഏകാദശിയുടെ ഐതിഹ്യം. മഹാവിഷ്ണുവിന്റെ യോഗനിദ്ര. ഈ ദിവസം ഭഗവാൻ വിഷ്ണു അനന്തശേഷന്റെ മേൽ ക്ഷീരസാഗരത്തിൽ 4 മാസത്തേക്ക് യോഗനിദ്രയിൽ പ്രവേശിക്കുന്നു എന്നാണ് വിശ്വാസം. ഈ 4 മാസക്കാലത്തെ ചാതുർമാസം എന്ന് വിളിക്കുന്നു. ഈ കാലയളവിൽ വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ പൊതുവെ ഒഴിവാക്കുന്നു. സന്യാസിമാരും ഭക്തരും കൂടുതൽ ജപം, ധ്യാനം, വ്രതം, സത്സംഗം എന്നിവയിൽ ഏർപ്പെടുന്നു. ഭക്തർ ആത്മീയ ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രാജാവ് മന്ധാതാവിന്റെ കഥയുണ്ട്. പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ച് സൂര്യവംശത്തിലെ ധർമ്മനിഷ്ഠനായ രാജാവായിരുന്നു മന്ധാതാവ്. ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ രാജ്യത്ത് മഴ പെയ്യാതായി. വിളകൾ നശിച്ചു. ജനങ്ങൾ പട്ടിണിയിലായി. രാജാവ് മഹർഷിമാരുടെ ഉപദേശം തേടി. അപ്പോൾ അങ്കിരസ മഹർഷി പറഞ്ഞു, ആഷാഢ ശുക്ല ഏകാദശി വ്രതം ഭക്തിയോടെ അനുഷ്ഠിക്കൂ. ഭഗവാൻ വിഷ്ണു പ്രസാദിക്കും. രാജ്യം വീണ്ടും സമൃദ്ധമാകും. രാജാവും ജനങ്ങളും വ്രതം അനുഷ്ഠിച്ചു. തുടർന്ന് നല്ല മഴ ലഭിക്കുകയും രാജ്യം സമൃദ്ധമാവുകയും ചെയ്തു. ഈ കഥ ദേവശൈനി ഏകാദശിയുടെ മഹത്വം വ്യക്തമാക്കുന്നു. ദേവശൈനി എന്ന പേരിന്റെ അർത്ഥം ദേവ ഭഗവാൻ വിഷ്ണു, ശൈനി ശയനം ചെയ്യുന്നത്. അതായത് ഭഗവാൻ വിഷ്ണു യോഗനിദ്രയിലേക്ക് പ്രവേശിക്കുന്ന ഏകാദശി. ചാതുർമാസം. ദേവശൈനി ഏകാദശി മുതൽ ദേവുത്താന ഏകാദശി വരെ 4 മാസം. ഈ കാലത്ത് ജപം, വിഷ്ണു സഹസ്രനാമം, ഭാഗവത പാരായണം, രാമായണ പാരായണം, ഭഗവത്ഗീത വായന, ദാനം, അന്നദാനം ഇവയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. വ്രതാനുഷ്ഠാനം. ഏകാദശിക്ക് തലേ ദിവസം സാത്വിക ഭക്ഷണം കഴിക്കുക, നേരത്തെ ഉറങ്ങുക, മനസ്സിനെ ശാന്തമാക്കുക. ഏകാദശി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക, സ്നാനം ചെയ്ത് ശുദ്ധവസ്ത്രം ധരിക്കുക, വിഷ്ണുവിനെ പൂജിക്കുക, തുളസി സമർപ്പിക്കുക, വിളക്ക് തെളിയിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഓം നമോ നാരായണായ മന്ത്രം ജപിക്കുക, കഴിയുമെങ്കിൽ ഉപവസിക്കുക. പൂജയിൽ സമർപ്പിക്കാവുന്നവ തുളസീദളം, മഞ്ഞപ്പൂക്കൾ, പാൽ, പഴങ്ങൾ, പായസം, വെണ്ണ, അവിൽ, പഞ്ചാമൃതം എന്നിവയാണ്. ജപിക്കാവുന്ന മന്ത്രങ്ങൾ: അഷ്ടാക്ഷര മന്ത്രം ഓം നമോ നാരായണായ, ദ്വാദശാക്ഷര മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ, വിഷ്ണു ഗായത്രി ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. വായിക്കാവുന്ന ഗ്രന്ഥങ്ങൾ: വിഷ്ണു സഹസ്രനാമം, ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, വിഷ്ണു പുരാണം, നാരായണീയം. അന്നേ ദിവസം നമുക്ക് ചെയ്യാവുന്ന ദാനങ്ങൾ എന്തെല്ലാം എന്നാൽ അന്നദാനം, ജലദാനം, വസ്ത്രദാനം, കുടദാനം, ചെരുപ്പ് ദാനം, പഴവർഗ്ഗങ്ങൾ, ധാന്യദാനം. വ്രതത്തിന്റെ ഫലങ്ങൾ എന്തെല്ലാം എന്നാൽ പാപക്ഷയം, വിഷ്ണു കടാക്ഷം, മനഃശാന്തി, കുടുംബ ഐശ്വര്യം, ആരോഗ്യവർദ്ധനം, ആത്മീയ പുരോഗതി, മോക്ഷപ്രാപ്തിക്കുള്ള പുണ്യം എന്നിവയാണ്. ദേവശയന ഏകാദശി എടുക്കുവാൻ സാധിക്കുന്നവർ മറക്കാതെ ഏകാദശി വ്രതം എടുക്കുവാൻ ശ്രദ്ധിക്കുക. അന്നേ ദിവസം വ്രതമെടുത്ത് ഭഗവാനോട് എന്താവശ്യപ്പെട്ടാലും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഭഗവാൻ നമുക്ക് സാധിച്ചു തരും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഓം നമോ നാരായണായ എന്ന് കമന്റ് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ആത്മീയ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.